എന്റെ കോളോത്ത് ഭഗവതി, ഈ തമ്പിയങ്ങൊന്നിന് വന്ന മാറ്റം കണ്ടില്ലേ? എല്ലാം സംഭവിച്ചു കഴിഞ്ഞില്ലേ? ഇനി വിഷമിച്ചിട്ട് എന്താ കാര്യം? ആഭാസനായി നടന്ന കുമാരൻ പുത്തൂർ തറവാട്ടിലെ മാന്ത്രികൻ. സ്വന്തം പെങ്ങളുടെ മകനായ കാരണമല്ലേ പപ്പുവമ്മാവൻ അവന് മന്ത്രോപദേശം കൊടുത്തത്. മാന്ത്രികനാകാനുള്ള എന്ത് യോഗ്യതയാവനുള്ളത്? കുമാരന്റെ സ്വഭാവമെല്ലാം മാറിയില്ലേ ചേഹര? സ്വഭാവം മാറി പോലും. ഞാൻ കൊട്ടാരത്തിൽ ചെന്ന് ഗ്രന്ഥങ്ങൾ എടുത്തു വരാം. ആരാധനാമൂർത്തികളെയും കാരണവന്മാരെയും പ്രാർത്ഥിക്കുമ്പോൾ കുടുംബയക്ഷിയെ ധ്യാനിക്കാൻ മറക്കരുത്. കൊട്ടാരം മറപ്പുരയുടെ സൂക്ഷിപ്പുകാരിയാ കുടുംബയക്ഷി. ഗരുഡമൂർത്തി, ഹനുമാൻ ദേവ, ജഗദീശ്വര, മങ്കുവമ്മൂമ്മേ, കാരണവന്മാരെ, കുടുംബയക്ഷിയും ഇവനെ അനുഗ്രഹിക്കുന്നു. ഭയപ്പെടാതെ കുമാര. ഉടവാൾ കയ്യിലെടുത്ത് ധ്യാനിക്കൂ. ഉടവാൾ പീഠത്തിൽ വെച്ചിട്ട് ഗ്രന്ഥക്കെട്ടെടുത്തോളൂ. ഒന്നാം ഗ്രന്ഥം ഗരുഡ സേവയും മന്ത്രപ്രയോഗങ്ങളും. രണ്ടാം ഗ്രന്ഥം ഹനുമാൻ മന്ത്രങ്ങളും പ്രയോഗങ്ങളും. ദുർമന്ത്രവാദ പഠനം പഠിക്കല്ലാതെ പ്രയോഗിച്ചു. നീ ഇനി എന്നെ ശല്യം ചെയ്യുമോ? ഇല്ല കുമാരേട്ട. ശരി, സത്യം ചെയ്യേ. കുമാരേട്ടൻ ബ്രഹ്മചാരിയായി കഴിയുന്ന കാലത്തോളം ഞാൻ ശല്യം ചെയ്യില്ല. സത്യം, സത്യം, സത്യം. എന്താ കിടക്കാഞ്ഞത്? നീ വരാതെ ഞാൻ എങ്ങനെ സമാധാനമായി ഉറങ്ങും മോനെ? ദുർനിമിത്തങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ലമ്മേ. ആവൂ, ഞാൻ വല്ലാണ്ട് പേടിച്ചിരിക്കുകയായിരുന്നു. ഗ്രന്ഥങ്ങൾ എടുക്കാനായി പപ്പു പോകുമ്പോ എങ്ങു നിന്നോ വന്നൊരു പോത്ത് അവന്റെ നേരെ ചാടി വീണു. കൃഷ്ണപ്പരുന്ത് വന്ന് പോത്തിനെ തുരത്തി. അമ്മേ, എന്താ മോനെ? ഒരു പാവം പെണ്ണിനെ വിഷം തീണ്ടിയിരിക്കുന്നു. മന്ത്രപഠന സമയത്ത് തന്നെ നിനക്ക് ജ്ഞാനദൃഷ്ടി ലഭിച്ചുവോ? എല്ലാം തറവാടിന്റെ സുഹൃത്ത ഫലം.
കുട്ടി എഴുന്നേൽക്കൂ. പതുക്കെ മോളെ. ശിവ. ഗരുഡ ഭഗവാനെ, ഭക്ത ഹനുമാനെ പ്രസാദിപ്പിച്ച് സിദ്ധി നേടാൻ അനുവദിച്ചാലും ബാലാർക്കായിക തേജസാം ത്രിഭുവന പ്രക്ഷോഭകം സുന്ദരം. ചേച്ചി, അയ്യോ ചേച്ചി, ചേച്ചിക്ക് എന്തോ അസുഖമാണെന്ന് കുമാരമെന്ന് വിളിച്ചപ്പോ ഞാൻ പേടിച്ചുപോയി. എന്താ ചേച്ചി കാര്യം? എനിക്കൊന്നും അറിഞ്ഞുകൂടെ എന്റെ മകൻ. ഞാൻ നിലവറയിലേക്ക് പോവുകയാണ്. എല്ലാവരും കുമാര, കാര്യം എന്താ? ഒരു കാര്യമില്ലാണ്ട് വെള്ളിയാഴ്ചയായിട്ട് കുമാരമൊന്നും വിളിക്കില്ല. കാര്യം എന്താന്ന് കുമാരൻ പറയാത്തെന്താ? എന്താ കുമാര, നിനക്കെന്താ പറയാൻ ഇത്ര മടി? ഒരു രക്ഷസ് അല്പനേരം കഴിയുമ്പോൾ കൊച്ചുപുത്തൂർ വിട്ട് കൊച്ചുമേ കുട്ടികളെ കൊല്ലാനുള്ള പുറപ്പാടാണ്. ദേവി മഹാമായി, രക്ഷസിന്റെ നീക്കങ്ങൾ കൂടി എനിക്ക് കാട്ടിത്തരണമേ. കുമാരശാലോ, ശരീരശേഷി നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞല്ലേ താൻ ഇവിടുത്തെ കാര്യസ്ഥ പണിന്ന് മാറിയത്? മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ? മുറ്റത്ത് ഒളിച്ചെന്ന് എന്തിനായിരുന്നു? ആരുടെ ചാരനായിട്ട് എവിടെ വന്നത്? ചോരക്കാട്ടിലത്തെ തിരുമേനിയിൽ. ക്ഷുദ്രപ്രയോഗക്കാരൻ രാമൻ പട്ടേരിയോ? എന്നു മുതലാ താൻ പട്ടേരിക്ക് ചാരപ്പണി നടത്താൻ തുടങ്ങിയത്? എന്റെ ഇളയ മകൾ ലക്ഷ്മിക്കുട്ടി ചത്തത് മുതല. മോള് ചത്തപ്പോ പട്ടേരി തിരുമേനിയെ കൊണ്ട് പ്രശ്നം വെപ്പിച്ചു. കൊച്ചു തമ്പി അങ്ങന്ന് കാരണമാ എന്റെ മോളെ ഈ നിലവറയില് 5 തര നാഗം കടിച്ചതെന്ന് തിരുമേനി പറഞ്ഞു. ഇവിടുത്തെ മാന്ത്രികനെ നശിപ്പിക്കാൻ കാത്തിരിക്കുകയായിരുന്നു തിരുമേനി. അദ്ദേഹത്തിന്റെ കൂടെ ഞാനും ചേർന്നു. കൊച്ചുപുത്തൂരോട്ട് രക്ഷസിനെ വിട്ടിരിക്കുന്ന പട്ടേരിയാണോ? സത്യം പറ. അതെ, ഈയിടെ ഒരു ഗന്ധർവനെ ഇങ്ങോട്ട് വിട്ടതും തിരുമേനിയ. തന്റെ മൂത്ത മകൾ നാണിക്കുട്ടിയുടെ ശരീരത്തിലാ ഗന്ധർവൻ കയറിയത്. തൽക്കാലം ഇവിടെ കിടക്ക്. കൂട്ടായി 5 തല നാഗവും. കുമാരശ്ശേരി ശിക്ഷിച്ചത് പോരെ? നാണിക്കുട്ടിയെ വിചാരിക്കുമ്പോ എനിക്ക് സങ്കടം തോന്നുന്നു. ഉപ്പ് തിന്നവും വെള്ളം കുടിക്കട്ടെ അമ്മച്ചി. നന്ദി കെട്ട കിളവൻ എന്റെ അച്ഛനാണെന്ന് ഓർക്കുമ്പോ മാനക്കേട് തോന്നുന്നു. കൊച്ചമ്മയുടെ വീടിന്റെ മലങ്കോലമാക്കിയിട്ട് എരുതിലേ കയറി. അയ്യോ കുമാര, നിറജനയോട് നിൽക്കുന്ന എന്റെ പശു. ഓഹോ, നീ മായയായി മറഞ്ഞോ അതോ ഒടുങ്ങിയോ? കുമാര,
ഇനിയെങ്കിലും നീ ചെന്ന് കുമാരശ്ശേരിയെ തുറന്നുവിട്. അല്ലെങ്കിൽ അവിടെയും ഒരു ശവം കാണും. വന്ന വഴിയെ തിരിച്ചു വിട്ടു.